അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘായുസ് അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ എല്ലാ രോഗങ്ങൾക്കും അല്ലാഹു തആല പരിപൂർണ്ണ ശമനം നൽകി അനുഗ്രഹിക്കട്ടെ. ഒരുപാട് ആളുകൾ ഒരുപാട് മുറാദുകൾ പറഞ്ഞവരുണ്ട്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് എല്ലാവരുടെ എല്ലാ നല്ല മുറാദുകളും പെട്ടെന്ന് ഹാസിലാക്കി കൊടുക്കട്ടെ. രോഗങ്ങൾ കൊണ്ട് കഴിയുന്നവരുടെ രോഗങ്ങൾക്ക് അല്ലാഹു തആല പരിപൂർണ്ണ ശമനം നൽകി അനുഗ്രഹിക്കട്ടെ. പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുടെ പ്രയാസങ്ങളൊക്കെ അല്ലാഹു തആല ദൂരീകരിച്ചു കൊടുക്കട്ടെ. ജീവിതത്തിൽ എല്ലാവിധ സന്തോഷവും സമാധാനവും അല്ലാഹു തആല നിലനിർത്തി കൊടുക്കട്ടെ. ദാരിദ്ര്യമില്ലാത്ത നല്ല ഒരു ഐശ്വര്യപരമായ ജീവിതം അല്ലാഹു നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ. കടങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരുടെ കടങ്ങൾ വീട്ടാനുള്ള മാർഗം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പെട്ടെന്ന് തുറന്നു തരട്ടെ. ജോലിയില്ലാത്തവർക്ക് അല്ലാഹു ഹൈറായ ജോലി കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. ഉള്ള ജോലിയിൽ അല്ലാഹു തആല ഹൈറും ബറക്കത്തും അല്ലാഹു നിലനിർത്തി കൊടുക്കട്ടെ. മക്കളെ അല്ലാഹു തആല നന്നാക്കി കൊടുക്കട്ടെ. അതുപോലെ വിവാഹപ്രായമെത്തിയ ഒരുപാട് സഹോദര സഹോദരിമാർ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് എല്ലാവർക്കും അനുയോജ്യരായ ഇണകളെ അല്ലാഹു അടുപ്പിക്കട്ടെ. ആമീൻ. നമ്മുടെ ഈ മജ്ലിസിൽ ഈ ക്ലാസ്സിൽ മുടങ്ങാതെ പങ്കെടുക്കുന്ന ഒരുപാട് പെങ്ങന്മാരുണ്ട്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവർക്കൊക്കെ രണ്ട് ലോകത്തും ഖൈറിന്റെ വാതായനങ്ങൾ തുറന്നു കൊടുക്കട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. പ്രിയപ്പെട്ടവരെ, ആദ്യമായി നിങ്ങൾ ഉണർത്താനുള്ളത്, നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഓൾ എന്ന് അമർത്തി വെക്കുക. എന്നാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് ഉടനടി ലഭിക്കുന്നതാണ്. അതിനൊക്കെ മുന്നോടിയായി നമ്മുടെ എല്ലാ വീഡിയോകൾക്കും നിങ്ങളൊരു ലൈക്ക് ചെയ്യുക. ആരും മടി കാണിക്കരുത്. നിങ്ങൾ ചെയ്യുന്ന ആ ലൈക്ക് നമ്മുടെ ഈ ക്ലാസ്സുകളും അതുപോലെ മജ്ലിസുകളൊക്കെ ഒരുപാട് ആളുകളിലേക്ക് എത്താൻ കാരണമാകും. അള്ളാഹു അതിൻ്റെയൊക്കെ ബറക്കത്ത് നമുക്ക് നൽകും. അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. അതുപോലെ എല്ലാ ദിവസവും രാവിലെ കൃത്യം 6 മണിക്ക് വിശാലമായ ദിക്ർ ദുആ മജ്ലിസ് നമ്മുടെ ഈ ചാനലിൽ നടക്കുന്നുണ്ട്. എല്ലാ ആളുകളും അതിലൊക്കെ പങ്കെടുക്കുക. നമ്മുടെ ഇത് വീഡിയോ ക്ലാസ്സുകളും എല്ലാം നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ഈ ക്ലാസ്സുകളും അതുപോലെ മജ്ലിസുകളൊക്കെ നിങ്ങളുടെ വേണ്ടപ്പെട്ടവരിലേക്കൊക്കെ നിങ്ങൾ എത്തിച്ചു കൊടുക്കുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമീൻ. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഞാൻ നിങ്ങളുടെ വന്നിട്ടുള്ളത് വളരെ നല്ല ഒരു വിഷയവുമായിട്ടാണ്. നമ്മളൊക്കെ അറിയാം, വളരെ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകളാണ്. മാനസിക രോഗം, ദുഃഖം, വിഷമം, ഉറക്കക്കുറവ്, ടെൻഷൻ, ഉന്മേഷക്കുറവ്, ക്ഷീണം, തളർച്ച, അങ്ങനെ തുടങ്ങി ഒരുപാട് അസുഖങ്ങളെ കൊണ്ടും മാനസികമായും ശാരീരികമായും പൈശാചികമായൊക്കെ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരാണ് ഞാനും നിങ്ങളുമൊക്കെ. എന്നാൽ ഇതിൽ നിന്നൊക്കെ ഒരു മുക്തി നേടാൻ, ഇതിൽ നിന്നൊക്കെ നമുക്കൊരു കാവൽ ലഭിക്കാൻ, രക്ഷ ലഭിക്കാൻ വേണ്ടി നാം ചെയ്യേണ്ട ഒരു അറിവാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിരുന്നത്. ഇത് നാം നമ്മുടെ ജീവിതത്തിൽ പകർത്തുകയാണെങ്കിൽ, പതിവാക്കുകയാണെങ്കിൽ, നമ്മുടെ ജീവിതത്തിലെ എല്ലാ വിഷമങ്ങളും, ടെൻഷനുകളും, ക്ഷീണവും, മാനസിക രോഗം, അതുപോലെ വിഷമം, ദുഃഖം എന്ന് തുടങ്ങി നിങ്ങൾക്കുണ്ടാവുന്ന എല്ലാ ഉന്മേഷക്കുറവ്, തളർച്ച, ഇതൊക്കെ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടോ ഇതൊക്കെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മാറ്റിത്തരും. അതിനെ പറ്റിയ വളരെ മഹത്തായ നല്ല ഒരു അറിവാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. എല്ലാ ആളുകളും വീഡിയോ ശ്രദ്ധിച്ച് കേട്ട് പറയുന്ന രൂപത്തിൽ നിങ്ങൾ ചെയ്യുക. ചെയ്യാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. നാം ചെയ്യേണ്ടത്, പ്രിയപ്പെട്ടവരെ, എല്ലാ 5 വഖത്ത് നിസ്കാരങ്ങൾക്ക് ശേഷവും അതുപോലെ ളുഹാ നിസ്കാരത്തിന്റെ സമയത്തും തഹജ്ജുദ് നിസ്കാരത്തിന്റെ സമയത്തും നമ്മുടെ നമ്മുടെ ഈ രണ്ട് കൈ നമ്മൾ കൈയും നെറുകും തലയിൽ വെക്കുക. ഇതുപോലെ നെറുകും തലയിൽ 2 കൈയും വെച്ചതിന് ശേഷം പരിശുദ്ധ ഖുർആനിലെ 33-ാമത്തെ സൂറത്തായ സൂറത്തുൽ അഹ്സാബിലെ 56-ാമത്തെ ആയത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം. പരിശുദ്ധ ഖുർആനിലെ 33-ാമത്തെ സൂറത്തായ സൂറത്തുൽ അഹ്സാബിലെ 56-ാമത്തെ ആയത്താകുന്ന, നമുക്കെല്ലാവർക്കും അറിയുന്ന ആയത്താണത്. വളരെ എളുപ്പമാണ്, നമ്മളൊക്കെ പലപ്പോഴും കേൾക്കാറുള്ളതാണ്. ആയത്ത് ഞാൻ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. എല്ലാവരും പഠിച്ചു വെക്കുക. എന്നിട്ട് ഇത് പറയുന്ന രൂപത്തിൽ നിങ്ങൾ ചെയ്യണം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം
ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലന്നബി യാ അയ്യുഹല്ലദീന ആമനു സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. ഒരിക്കൽ കൂടി ഓതാം. ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലന്നബി യാ അയ്യുഹല്ലദീന ആമനു സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലന്നബി യാ അയ്യുഹല്ലദീന ആമനു സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. ഇതാണ് ആയത്ത്. ഈ ആയത്ത് 4 പ്രാവശ്യം ഓതുക. രണ്ട് കൈയും തലയിൽ വെച്ചിട്ട് ഞാൻ കാണിച്ചതുപോലെ ചെയ്തിട്ട് 4 പ്രാവശ്യം ഓതുക. ഇത് ഞാൻ പതിവാക്കണം. പിന്നെ അതിനുശേഷം പരിശുദ്ധ ഖുർആനിലെ സൂറത്തു ശറഹ് നമുക്ക് എല്ലാവർക്കും അറിയുന്നതിനാണ്. വലിയ എളുപ്പവും ഒരുപാട് അത്ഭുതങ്ങളും മഹത്വങ്ങളും നിറഞ്ഞ ഒരു സൂറത്താണ് സൂറത്തു ശറഹ്. ഈ സൂറത്തു ശറഹ് അതിന് കണക്കില്ല. പലവിന്റെ പരമാവധി നമ്മളെ കൊണ്ടൊരു എണ്ണം വെച്ച് 11, 21, 31 ഇങ്ങനെ നമ്മളെ കൊണ്ട് കഴിയുന്ന ഓതാൻ കഴിയുന്നൊരു എണ്ണം സ്ഥിരമായി നമ്മൾ നിയത്ത് വെക്കുക. എന്നിട്ട് ഇങ്ങനെ മഹത്വക്രമം പഠിപ്പിക്കുന്നു. എന്നിട്ട് ഇത് ചെയ്തതിനു ശേഷം ഈ സൂറത്തു ശറഹ് നാം ഓതുക. നിയത്ത് വെച്ച എണ്ണം നാം ഓതുക. അതായത് സൂറത്തു ശറഹ് എല്ലാവർക്കും അറിയാമല്ലോ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലം നശ്റഹ് ലക സദ്റക വവളഅനാ അൻക വിസ്റക അല്ലദീ അൻഖള ലഹ്റക വറഫഅനാ ലക ദിക്റക فإن مع العسر يسرا إن مع العسر يسرا فإذا فرغت فانصب وإلى ربك فارغب. ഇതാണ് സൂറത്തു ശറഹ്. ഇത് നാം എത്രയാണോ ഓതാൻ ഉദ്ദേശിക്കുന്നത് അത്ര എണ്ണം ഓതി നമ്മുടെ എന്തൊക്കെയാണോ പ്രയാസങ്ങൾ, നമ്മൾക്ക് എന്തൊക്കെയാണോ കൂടി കിട്ടേണ്ടത്, നമ്മുടെ ക്ഷീണമാവട്ടെ, മനപ്രയാസമാവട്ടെ, ടെൻഷനാവട്ടെ, തളർച്ചയാവട്ടെ, ക്ഷീണമാവട്ടെ, ഉന്മേഷക്കുറവ് എന്തൊക്കെയുണ്ടോ, ഏതൊക്കെയാണോ ഉള്ളത് അതൊക്കെ പടച്ച റബ്ബിനോട് മുൻനിർത്തി അള്ളാഹുവിനോട് ആത്മാർത്ഥമായി നാം ദുആ ചെയ്യുക. പ്രിയപ്പെട്ടവരെ, ഉറപ്പായും ഇത് നാം കുറേ ദിവസം ഇങ്ങനെ പതിവാക്കി ചെയ്തു കഴിഞ്ഞാൽ ഉറപ്പായി നമ്മുടെ ഈ പ്രശ്നം അള്ളാഹു തആല പരിഹരിച്ച് അത് നമുക്ക് ഇല്ലാതെയാക്കി തരും. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് എല്ലാവരുടെ എല്ലാ നല്ല മുറാദുകളും ഹാസിലാക്കി തരട്ടെ. കമന്റിലൂടെ ഒരുപാട് ആവശ്യങ്ങൾ പറയുന്നവരും പ്രയാസങ്ങൾ പറഞ്ഞവരൊക്കെ ഉണ്ട്. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് എല്ലാവരുടെ എല്ലാ ആവശ്യങ്ങളും പൂർത്തീകരിച്ചു കൊടുക്കട്ടെ. പ്രയാസങ്ങൾ അള്ളാഹു തആല ദൂരീകരിച്ചു കൊടുക്കട്ടെ. എല്ലാവിധ ഖൈറും ബറക്കത്തും അള്ളാഹു രണ്ട് ലോകത്തും നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.